യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നു, ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയിൽ തൻ്റെ ഏകജാതനെ നൽകിക്കൊണ്ട് ലോകത്തെ രക്ഷിക്കുക, ലോകത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുക. ഇതായിരുന്നു ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും. ഇതാ ഈശോ മനുഷ്യാവതാരം ചെയ്ത് പരസ്യജീവിതത്തിന് ശേഷം കുരിശിൽ മരിച്ച് നമുക്ക് രക്ഷ നേടിത്തരികയാണ്. ഈ രക്ഷാകര അനുഭവം സ്വീകരിക്കാനായിട്ട് ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ഈ സംവിധാനത്തെ ഇപ്രകാരമാണ് നോക്കി കാണുക. കാൽവരിക്കുന്നിൻ്റെ നെറുകയിൽ കുരിശിൽ മരിച്ചുകൊണ്ട് ഈശോ ഒരു വലിയ വാട്ടർ ടാങ്കിന് രൂപം കൊടുത്തിരിക്കുകയാണ്. കുരിശിൽ മരിച്ച് ഈ വാട്ടർ ടാങ്ക് ജലസംഭരണി നിറയെ ദൈവാനുഗ്രഹം നിറച്ചു വച്ചിരിക്കുകയാണ്. അവിടുന്ന് കാൽവരിക്കുന്നിൻ്റെ നെറുകയിൽ നിന്നും താഴേക്ക് ഒരു വലിയ പൈപ്പ് ഇറക്കിയിട്ടുണ്ട്, ഒരു ടണൽ. ആ ടണലിൻ്റെ ഏറ്റവും താഴെ 7 ടാപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വലിയ ടണലാണ് കത്തോലിക്ക തിരുസഭ. ഈ വലിയ ടണലിൻ്റെ താഴെ ഒരു പൈപ്പ് വിലങ്ങനെ വെച്ചിട്ട് അതിൽ 7 ടാപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ 7 ടാപ്പുകളാണ് 7 കൂദാശകൾ. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയാണ്. കാൽവരിക്കുന്നിൻ്റെ നെറുകയിൽ കുരിശിൽ മരിച്ചുകൊണ്ട് ഈശോ ഈ ജലസംഭരണി നിറയെ ദൈവാനുഗ്രഹം നിറച്ചു വച്ചിരിക്കുകയാണ്. അത് സഭയാകുന്ന ടണലിലൂടെ ഇതാ ഒഴുകി ടാപ്പിനരികിൽ എത്തി നിൽക്കുന്നു. ഇനി ഓരോ കത്തോലിക്കനും ചെയ്യേണ്ട കാര്യം ഇതാണ്: ഈ ടാപ്പിനരികിൽ പോകണം, ടാപ്പ് തുറക്കണം, ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളം ശേഖരിച്ച് കുടിക്കണം. വളരെ സിമ്പിളാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. ഓരോ കുദാശകൾ സ്വീകരിക്കുക യോഗ്യതയോടുകൂടി. ഒന്നാമത്തെ കുദാശയാണ് മാമോദീസ എന്ന കുദാശ. ഈ കഴിഞ്ഞ ദിവസം റോമിൽ നിന്നും മെത്രാന്മാരുടെ ഒരു യോഗത്തിലേക്ക് മാർപ്പാപ്പയുടെ പ്രതിനിധിയായ കാർഡിനൽ വന്ന്, ആർച്ച് ബിഷപ്പ് വന്ന് പറഞ്ഞു മാമോദീസ എന്ന കുദാശയുടെ പ്രാധാന്യത്തെക്കുറിച്ച്. അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് മുഴുവൻ അതാണ്, മാമോദീസ എന്ന കുദാശയിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ. നോക്ക്, ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലെ ഒരു അവയവമായി നാം മാറുകയാണ് മാമോദീസ എന്ന കുദാശയിലൂടെ. ക്രിസ്തുവിൻ്റെ പൊതു പൗരോഹിത്യത്തിൽ നമ്മളെല്ലാവരും പങ്കുകാരാകാണ്. തിരുപ്പട്ടം എന്ന കുദാശയിലൂടെ ഈ പുരോഹിത ഗണത്തിന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു പദവിയിലേക്കാണ് ഒരച്ഛനോ ഒരു മെത്രാനോ കടന്നു വരുന്നത്. മാമോദീസ എന്ന കുദാശയിലൂടെയാണ് ഒരു വ്യക്തി യേശുവിൻ്റെ പൊതു പൗരോഹിത്യത്തിൽ പങ്കുകാരിയാകുന്നത്. ആ വലിയ കൂദാശ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ കുദാശകളിലൊക്കെ ഒരു അനുഷ്ഠാനങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയില്ലെങ്കിൽ കാണിക്കുന്ന ഗോഷ്ഠിയായിട്ട് നമുക്ക് തോന്നും. നോക്ക്, മാമോദീസായ്ക്ക് ഞാനും നിങ്ങളൊക്കെ കൈക്കുഞ്ഞുങ്ങളായി ഏതെങ്കിലും ഒരു പള്ളിയുടെ മുൻഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പള്ളിയുടെ വികാരിയച്ഛൻ ആ ആനവാതിലിനരികിൽ വന്ന് നമ്മളെ പുറത്ത് നിർത്തിക്കൊണ്ട് തലതൊട്ടപ്പൻ്റെയും തലതൊട്ടമ്മയുടെയും കൂടെ ആയിരിക്കുന്ന നമ്മളോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഈ കുഞ്ഞിനോടാണ് ചോദിക്കുന്നത്, നീയാകുന്ന കുഞ്ഞിനോടാണ് ചോദിക്കുന്നത്. മറുപടി പറയുന്നത് നമുക്ക് വേണ്ടി ജ്ഞാനസ്നാന മാതാപിതാക്കളാണ്. ഉപേക്ഷിക്കുന്നു. വീണ്ടും ചോദ്യം, രക്ഷകനായ മിശിഹായെ ദൈവമായി സ്വീകരിക്കുന്നുവോ? സ്വീകരിക്കുന്നു. നമുക്ക് വേണ്ടി ജ്ഞാനസ്നാന മാതാപിതാക്കൾ മറുപടി കൊടുക്കുന്നു. എനിക്ക് വേണ്ടിയാണ് അന്ന് എൻ്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ സഭയിലേക്ക് ഔദ്യോഗികമായിട്ട് പ്രവേശിക്കുന്നത്. അത് സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് എൻ്റെ ആ കുഞ്ഞ് ശരീരത്തിൽ വെള്ള വസ്ത്രം ധരിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധിയെ സൂചിപ്പിക്കുവാൻ,
പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിച്ച വ്യക്തിയാണ് ഇതെന്ന് സൂചിപ്പിക്കാനായിട്ടാണ് ആ വെള്ളവസ്ത്രം ധരിപ്പിക്കുന്നത്. എൻ്റെ കുഞ്ഞിക്കൈയിൽ അന്നൊരു കത്തിച്ച മെഴുതിരി പിടിപ്പിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ പ്രായപൂർത്തിയായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കണം, ധ്യാനിക്കണം. എൻ്റെ മേലന്നിട്ട വെള്ളവസ്ത്രത്തിൻ്റെ നിറം ഇന്ന് എന്താണ്? എൻ്റെ കയ്യിൽ ഞാൻ അന്ന് പിടിച്ച കത്തിച്ച തിരി ലോകത്തിൻ്റെ കാറ്റേറ്റ് ഇന്ന് കെട്ടോ, അല്ലെങ്കിൽ ഇന്നും കത്തി നിൽക്കുന്നുണ്ടോ? മാമോദീസ എന്ന കൂദാശ സ്വീകരിക്കുന്ന അവസരത്തിൽ എൻ്റെയും നിങ്ങളുടെയും ആ കുഞ്ഞി തലയിൽ വൈദികൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം മാമോദീസ ജലം ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ആദിമ കാലഘട്ടങ്ങളിൽ ഒരു വ്യക്തിയെ വെള്ളത്തിൽ 3 പ്രാവശ്യം മുക്കിപ്പൊക്കുന്ന രീതി ഉണ്ടായിരുന്നു. അത് ലോപിച്ചാണ് ഇപ്പോൾ 3 പ്രാവശ്യം വെള്ളം ഒഴിക്കുന്ന രീതിയായിരിക്കുന്നത്. 3 പ്രാവശ്യം മുക്കിപ്പൊക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: കർത്താവ് മരിച്ച് 3-ാം നാൾ ഉത്ഥാനം ചെയ്തില്ലേ, ഈ വ്യക്തിയും യേശുവിനോടുകൂടി പാപത്തിന് മരിച്ച് ഉത്തിതനായ യേശുവിനോടുകൂടി പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ യേശുവിനോടുകൂടി പാപത്തിന് മരിച്ചവരാണ്. പാപത്തിൽ മരിച്ചവരല്ല, പാപത്തിന്. 2 അർത്ഥ വ്യത്യാസമുണ്ട്. പാപത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ പാപാവസ്ഥയിൽ മരിക്കുക, അതല്ല. ഇത് പാപത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ പാപ സാഹചര്യങ്ങൾ എന്തു വന്നാലും മരിച്ച ഒരു വ്യക്തി എങ്ങനെ പ്രതികരിക്കുന്നുവോ അതുപോലെ പ്രതികരിക്കുന്ന ഒരു അവസ്ഥ. അതിനാണ് പാപത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ. മാമോദീസ സ്വീകരിച്ച ഞാൻ നിങ്ങളൊക്കെ പാപത്തിന് മരിച്ചവരാണ്. ഉത്തിതനായ യേശുവിനോടുകൂടി പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളവരാണ്. ഈ ആത്മപരിശോധന എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം എൻ്റെ ജീവിതത്തിൽ. മാമോദീസ എന്ന കുദാശയിലൂടെ ഇതാ കാൽവരിക്കുന്നിൻ്റെ നെറുകയിൽ കുരിശിൽ മരിച്ച യേശു രക്തം ചിന്തി ആ തിരുവിലാവിൽ നിന്ന് വന്ന ജലം ഇതാ എൻ്റെ ശിരസിലേക്ക് വീണ് എന്നെ സഭയിൽ അംഗമായി തീർത്തിരിക്കുന്നു. ഈ സ്ഥൈര്യലേപനം 2-ാമത്തെ കൂദാശ 2-ാമത്തെ ടാപ്പിനരിയിൽ ചെന്നു. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ശിഷ്യന്മാര് ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കാൻ ഈശോ പറഞ്ഞപ്പോൾ തിടുക്കം കൂട്ടി വേഗം പോകാനായിട്ട്. ഇരിക്ക് തിരക്കടിക്കില്ലേ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അപ്പോൾ നീ ശക്തി പ്രാപിക്കും, എന്നിട്ട് നീ ഇറങ്ങിത്തിരിക്കുക, ഈ കാര്യം നടക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാതെ ഒന്നും നടക്കത്തില്ല. നമ്മുടെ കഴിവിൽ ആശ്രയിച്ചാൽ ആ ആത്മാവിനെ പ്രത്യേകമായി നൽകുന്ന കുദാശയാണ് സ്ഥൈര്യലേപനം എന്ന കുദാശ. ഇനി ആത്മാവിൻ്റെ നിറവിനായിട്ട് ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, തുടരണം പ്രാർത്ഥന. ആ ആത്മാവിൻ്റെ ശക്തിയാൽ എനിക്ക് ധൈര്യം കിട്ടും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോകാനും യേശുവിൻ്റെ പഠനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് ജീവിക്കാനും. കുംഭസാരം എന്ന കൂദാശ 3-ാമത്തെ ടാപ്പ്. എൻ്റെ കൂടെ സാധാരണ എപ്പോഴും പോരാറുള്ള ഒരാൾ. ഞാൻ ആലോചിക്കുകയാണ്, മെത്രാനാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ നമ്മുടെ ജീവിതമൊക്കെ എന്തുമാത്രം അൽമായർ ഒബ്സർവ് ചെയ്ത് ചിന്തിക്കുകയാണ്. ഞാനൊരു പ്രായമായ, അപ്പം തമിഴ്നാട്ടിലാകുമ്പോൾ തമിഴ് ഭാഷയുള്ള അച്ഛന്മാരൊക്കെ, അവിടെ ഒരു മലയാളി അച്ഛനെ ഞാൻ കാണാൻ പോയി, പ്രായമുള്ള അച്ഛനെ കാണാൻ പോയി ഇറങ്ങി വന്നപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും നടക്കാറുള്ള ചേട്ടൻ ചോദിച്ചു, പിതാവ് കുംസാരിച്ചോ? അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റക്കായത്. ആള് പറയാണ്, പിതാവ് കുറച്ച് നാളായാലും കുംസാരിച്ചിട്ട്. അപ്പോൾ എന്നെ ഒബ്സർവ് ചെയ്തിട്ട് നടത്തവർ. നമ്മൾ സാധിക്കുമ്പോഴൊക്കെ കുംഭസാരം എന്ന കൂദാശ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തണം. കുംഭസാരം എന്ന കൂദാശയിലൂടെ പാപത്തിന് പൊറുതി ലഭിക്കുക മാത്രമല്ല, പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി കൂടി ലഭിക്കുന്ന കൂദാശയാണത്. നിങ്ങൾക്കറിയാം, ലഘുവായ പാപങ്ങളെ ഉള്ളുവെങ്കിൽ കുർബാനയിൽ തന്നെ ഒരു അനുരഞ്ജന ശുശ്രൂഷയുണ്ട്. കലഹം, മാറ്റാം, ഭിന്നത നീക്കം. അവിടെ അനുരഞ്ജിതരായിട്ട് നമുക്ക് കുർബാന സ്വീകരിക്കാം. മാരകമായ ഗൗരവമായ പാപങ്ങളുണ്ടെങ്കിൽ കുമ്പസാരിച്ചതിന് ശേഷം മാത്രമേ കുർബാന സ്വീകരിക്കാവൂ. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. കുമ്പസാരം എന്ന കൂദാശയ്ക്ക് ഒരുങ്ങുമ്പോഴും ശ്രദ്ധിക്കണം. പാപങ്ങൾ ക്രമമായി ഓർക്കണം, പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കണം, മേലിൽ പാപം ചെയ്യില്ലെന്ന് പ്രതിജ്ഞ എടുക്കണം, ഗൗരവമായ പാപങ്ങൾ വൈദികനെ അറിയിക്കണം, വൈദികൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നിർവഹിക്കണം. ഇതൊക്കെ നമുക്കറിയാം. നിങ്ങൾക്കറിയാവോ,
പശ്ചാത്താപവും പ്രതിജ്ഞയില്ലെങ്കിൽ കുമ്പസാരം അസാധുവാണെന്നാണ് സഭ പഠിപ്പിക്കുക. അപ്പം എനിക്ക് പശ്ചാത്താപവും പ്രതിജ്ഞ ഇല്ലാന്ന് വിചാരിക്കുക, ഞാൻ വന്ന് കുമ്പസാരിച്ച് പോയാലും കുമ്പസാരം അസാധുവാണ്. ചെയ്ത തെറ്റിനെ കുറിച്ച് ആത്മാർത്ഥമായ ദുഃഖം എന്നിലുണ്ടാകണം. മേലിൽ ഞാൻ ആ പാപം ചെയ്യില്ലെന്നുള്ള പ്രതിജ്ഞ എടുക്കണം. പാപ സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള തീരുമാനം എടുക്കണം. അപ്പോഴാണ് കുമ്പസാരം യഥാർത്ഥ കുമ്പസാരമാവുക, ദൈവാനുഗ്രഹം എന്നിലേക്ക് വർഷിക്കപ്പെടുക. മാമോദിസ, സ്ഥൈര്യലേപനം, കുമ്പസാരം, കുർബാന. കുർബാന എന്ന് പറയുമ്പോൾ നമ്മൾ പലരും ചിന്തിച്ചിരിക്കുന്നത് ഒടുവിലത്തെ അത്താഴവേളയിലെ ഒരു വിരുന്നാണ്, ഒരു ലഞ്ച് ഔട്ട്, ഈശോയുടെ ഒരു ലഞ്ച് ഔട്ട് ശിഷ്യന്മാരോട് ഒപ്പിച്ച്. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഈശോ പറഞ്ഞേനെ, ഇത് അപ്പാണ് മക്കളെ തിന്നോ, ഇത് വീഞ്ഞാണ് മക്കളെ കുടിച്ചോ, അങ്ങനെ പറഞ്ഞേനെ. ഈശോ അങ്ങനെയല്ല പറഞ്ഞേ, ഇതെൻ്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കുക, ഇതെൻ്റെ രക്തമാണ്, വാങ്ങി പാനം ചെയ്യുക. വ്യത്യാസമുണ്ട്. ഇത് ലഞ്ച് ഔട്ടല്ല. കാൽവരി കുന്നിൽ കുരിശിൽ പിടഞ്ഞു മരിക്കുന്നതിന് മുമ്പുള്ള മരണമാണ് സെഹ്യോൻ ശാലയിലും വിശ്വാസത്തിന്റെ കണ്ണുള്ളവൻ നോക്കി കാണാൻ സാധിക്കുക. കാസയിലും പീലാസയിലും പിടഞ്ഞു മരിക്കുന്ന യേശു ശരീരം രക്തവും വേർതിരിയുന്നു. കാസയില് രക്തം, പീലാസയില് ശരീരം. ശരീരരക്തങ്ങളെ വേർതിരിവ് മരണത്തെയാണ് സൂചിപ്പിക്കുക. ബലിയാണത്. വിരുന്നും ഒപ്പം ബലിയാണ്. അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി കൂട്ടി പറയും, ബലിയായി മാറിയ വിരുന്നാണത്. നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ അത് തന്നെ സംഭവിക്കുക. ഞാൻ ഈ തൊപ്പിയൊക്കെ വെച്ച് വടിയൊക്കെ പിടിച്ചിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ അറിയാണ്ട് ഞാൻ ചിന്തിക്കും കുർബാനയിൽ ഞാനൊരു ഹീറോ ആണെന്ന്. പക്ഷെ സത്യം എന്താ അറിയാം, ഞാനൊരു സീറോ ആണ്. ഈശോയാണ് പിതാവായ ദൈവത്തിന് ബലി അർപ്പിക്കുന്നത്. ആ ഈശോയോട് ചേർന്ന് ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച് ഞാനും ഈശോയോട് ചേർന്ന് ബലി അർപ്പിക്കുകയാണ്. അതുപോലെ എന്നോടൊപ്പം മാമോദീസായിയുടെ പൊതു പൗരോഹിത്യം സ്വീകരിച്ച അൽമായരും ഒരുമിച്ച് ചേർന്ന് പിതാവായ ദൈവത്തിന് യേശുവിനോട് ചേർന്ന് ബലി അർപ്പിക്കുകയാണ്. ഞാൻ ഹീറോ അല്ല, ഞാൻ സീറോ ആണ്. യേശുവാണ് ഹീറോ. ബലിയാണ് കുർബാന എന്ന് പറഞ്ഞാൽ. ഒരു അക്രൈസ്തവൻ അത് മനസ്സിലാവത്തില്ല ഭാഷ, അവർക്ക് അറിയത്തില്ല. സെഹ്യോൻ ശാലയിൽ വെച്ച് കുർബാന എന്ന കൂദാശ സ്ഥാപിച്ച ഈശോ നിങ്ങളിതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് കൽപ്പിച്ചപ്പോൾ ആ കൽപ്പന അനുസരിച്ചാണ് ഈശോയോട് ചേർന്ന് ഞാനും സമൂഹം ഒരുമിച്ച് ബലി അർപ്പിക്കുന്നത്. പിന്നെ ഈ വസ്ത്രങ്ങളൊക്കെ ഇടുമ്പോൾ, വേഷഭൂഷാതിലൊക്കെ ഇടുമ്പോൾ ഞാൻ വീണ്ടും ഒരു റോയൽ ലുക്കാവാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം അറിയാവോ? കുറെ പേർക്ക് അറിയാം, കുറെ പേർക്ക് അറിയില്ല. ആ കൊത്തീന വസ്ത്രം ധരിക്കുമ്പോൾ ഞാനും ബലി അർപ്പിക്കുന്ന ഈ സമൂഹവും പുതിയ മനുഷ്യരാകണമെന്ന് സൂചിപ്പിക്കാനാ ധരിക്കുന്നത്. ഊറാറ ധരിക്കുമ്പോൾ മൊളികൊഴിയുന്ന ഇങ്ങനത്തെ വസ്ത്രം ഉണ്ടല്ലോ, പരിശുദ്ധിയെ സൂചിപ്പിക്കുന്ന വസ്ത്രമാണ്. എന്നിലും ഈ സമൂഹത്തിലും പരിശുദ്ധി ഉണ്ടാകണം സൂചിപ്പിക്കാനാ. സൂനാറ അരക്കെട്ട് ധരിക്കുമ്പോൾ എന്നിലും ഈ സമൂഹത്തിലും ശുദ്ധത ഉള്ളവരായിരിക്കണം സൂചിപ്പിക്കാനാ. ഇനി വലിയ കാപ്പയിട്ട് നിൽക്കണമെന്ന് അറിയാവോ? കല്യാണ ഫോട്ടോയ്ക്ക് ഭംഗിയുണ്ടാവാനല്ല. നീതിയുടെ വസ്ത്രമാണ്. എവിടെ നോക്കിയാലും ക്രൈസ്തവര് നീതി പാലിക്കുന്നവരാണെന്ന് തിരിച്ചറിയണം. പൗലോസ്ലീഹ പറയുന്നില്ലേ, സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് സമാധാന സുവിശേഷത്തിന്റെ പാദരക്ഷയണിഞ്ഞ് രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞ് വിശ്വാസമാകുന്ന പരിച കയ്യിലെടുത്ത് ദൈവവചനമാകുന്ന വാൾ കൊണ്ട് യുദ്ധം ചെയ്യുന്നവനാണ് ഒരു ക്രൈസ്തവൻ. യേശുവിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ് ഒരു ക്രൈസ്തവൻ. കണ്ടോ? അപ്പോൾ ഈ വേഷവിധാനങ്ങൾ കാണുമ്പോൾ അറിയാതെ ഞാനിങ്ങനെ വലിയ ആളാന്ന് ചിന്തിക്കരുത്. ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഗുണങ്ങളെ സൂചിപ്പിക്കുന്ന വസ്ത്രങ്ങൾ മാത്രമാണ്. അങ്ങനെ യേശുവിനോട് ചേർന്ന് ബലി അർപ്പിക്കുന്നു. അത് വളരെ ശക്തമായ അനുഗ്രഹം നമ്മിലേക്ക് വർഷിക്കുന്ന ഒന്നാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. മാമോദിസ, സ്ഥൈര്യലേപനം, കുമ്പസാരം, കുർബാന, രോഗീലേപനം. പണ്ടൊക്കെ പേടിപ്പിക്കുന്ന കുദാശയായിരുന്നത്. ഒടുക്കത്തൊപ്പുറച്ചിമ എന്ന് പറയും. ഞാനൊരിക്കലും വീട്ടിൽ ചെന്നപ്പോൾ ഒരു ചേട്ടൻ മരിക്കാറായി. അത് ആൾക്ക് ബോധ്യമില്ല, ഒരു ചെറുപ്പക്കാരനാണ്, പ്രത്യേക രോഗം കൊണ്ടാണ് മരിക്കാൻ പോകുന്നത്. എന്നെയും കപ്പ്യാരെയും ആ കപ്പ്യാര കയ്യിൽ ചെപ്പും കണ്ടപ്പോൾ ഈ ചേട്ടൻ നടക്കാനൊക്കെ പറ്റിയ ആൾ പതുക്കെ എഴുന്നേറ്റ് വരാന്തേലേക്ക് പോയി. ഞാൻ വീണ്ടും വരാന്തേലേക്ക് വന്നു സ്നേഹത്തോടെ. അയാൾ മുറ്റത്തേക്ക് ഇറങ്ങി. പേടിച്ചിട്ടാണ്, കൊല്ലാൻ വരുന്ന മാതിരിയാണ്. ഒടുക്കത്തൊപ്പുറച്ചിമ അല്ല,
രോഗീലേപനം എന്ന് പറഞ്ഞാൽ സൗഖ്യം നൽകുന്ന കൂദാശയാണ്. അത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം സ്വീകരിക്കാം. നമ്മുടെ പ്രശ്നം ചിലപ്പോൾ കുറുപ്പിൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ആരോ പറഞ്ഞു, ഞാനൊരു ധ്യാനത്തിന് ഈ കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ, ധ്യാനം കഴിഞ്ഞ് എൻ്റെ മുറിയിലേക്ക് വന്നപ്പോൾ ഒരു ചേട്ടൻ വന്നൊക്കെ ഒന്ന് ഉച്ചയ്ക്ക് റെസ്റ്റ് ചെയ്യുന്ന നേരത്ത് കോളിംഗ് ബെല്ല് അടിച്ചു. എന്ത് ചേട്ടാ? ഒപ്പറിശിമ. അപ്പം ഞാൻ ചോദിച്ചു, ഓട്ടോറിക്ഷ കൊണ്ടുണ്ടോ എന്ന് ചോദിച്ചു വീട്ടിൽ പോകാൻ. എന്തിനാ ഓട്ടോറിക്ഷ? എനിക്ക് തന്നെയാണ് ഒപ്പറിശിമ എന്ന്. ഒന്നിൽ കൂടുതൽ സ്വീകരിക്കാന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ കയറി പോകുന്ന എനിക്ക് രോഗീലേപനം സ്വീകരിക്കാനായിട്ട്. ചിലയിടത്ത് പേടി, ഒടുക്കത്തെ ഒപ്പറിശിമ, പേടിപ്പിക്കുന്ന കൂദാശ. ഇവിടെ വല്ലാണ്ട് ലാക്സായി, അർത്ഥം മനസ്സിലാക്കുന്നില്ല. മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടൊരു വ്യക്തിയെ സൗഖ്യം നൽകുന്ന കൂദാശയാണ് രോഗീലേപനം. ഞാൻ വ്യക്തി മരണകരമായ സാഹചര്യത്തിലാണെങ്കിൽ മരണത്തിനായിട്ട് ഒരുക്കുന്ന കൂദാശ കൂടിയാണെന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട്. രോഗീലേപനം അനുഗ്രഹം വർഷിക്കുന്ന കൂദാശ. തിരുപ്പട്ടം, നിങ്ങൾക്കറിയാം, ഡീക്കൺ പട്ടമുണ്ട്, പൗരോഹിത്യത്തിനായി പ്രവേശിക്കുന്ന തിരുപ്പട്ടമുണ്ട്, മെത്രാൻ പട്ടമുണ്ട്, മെത്രാൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന. ഇതൊക്കെ ശുശ്രൂഷ പൗരോഹിത്യമാണെന്നുള്ള തിരിച്ചറിവ് ആദ്യം എനിക്കുണ്ടാകണം, മറ്റുള്ളവർക്കുണ്ടാകണം. ഇതൊന്നും സ്ഥാനമാനങ്ങളല്ല. അറിയാതെ നിങ്ങൾ കൈകൂപ്പുമ്പോൾ ഞാനിങ്ങനെ എക്സൈറ്റഡ് ആവരുത്. ഇത് ശുശ്രൂഷയാണ്. അത് പൊതു പൗരോഹിത്യം സ്വീകരിച്ച സമൂഹത്തിന് ശുശ്രൂഷ ചെയ്യുന്ന, അവരുടെ കാല് കഴുകുന്ന ദൗത്യമാണ് ഈശോ ഇതുവഴി എനിക്കും മറ്റു വൈദികർക്ക് നൽകുക എന്നുള്ള തിരിച്ചറിവ് എനിക്ക് ആദ്യം ഉണ്ടാകണം, മറ്റുള്ള വൈദികർക്കും മെത്രാന്മാർക്കൊക്കെ ഉണ്ടാകണം. മെത്രാൻപട്ടം സ്വീകരിക്കുമ്പോൾ ഞാൻ മെത്രാൻപട്ടം സ്വീകരിക്കുന്നുള്ളൂ, പിന്നെ എല്ലാവരും എന്നെ പിതാവ് പിതാവ് എന്ന് വിളിക്കുന്നുണ്ട്. ആ പിതാവാന്ന് വിളിക്കുകയാണെങ്കിൽ അർത്ഥം ഉണ്ടാകണമെങ്കിൽ ഞാൻ ഈ 6 വർഷം കൊണ്ട് മറ്റുള്ളവർക്ക് പിതാവായി മാറണം. അപ്പനെ പോലെ പെരുമാറാൻ എനിക്ക് കഴിയണം, എല്ലാവരെയും കണ്ടുകൊണ്ട്. ശുശ്രൂഷ പൗരോഹിത്യമാണെന്നുള്ള തിരിച്ചറിവിൻ്റെ കുറവാണ് ഇന്ന് മെത്രാന്മാരിലും വൈദികരിലും, ഞാൻ ഉൾപ്പെടെ കേട്ടോ, ഞാൻ പുറത്തല്ല, ഉള്ള ഏറ്റവും വലിയ പ്രശ്നം. എന്തൊക്കെയാണ് ആൾക്കാർ കിണ്ണത്തപ്പവും വട്ടപ്പൊക്കെ കൊടുത്തേക്കുമ്പോൾ ഞാൻ എന്തോ ഒരു വലിയ പോസ്റ്റാണ് ചിന്തിക്കുന്നത്. പോസ്റ്റല്ല, ഇത് കാല് കഴുകുന്ന പോസ്റ്റാണ് ഈശോ തന്നിരിക്കുന്നത്. ഈശോ ഉന്തുകാലം ഇരുന്ന് കാല് കഴുകിക്കൊണ്ടാണ് ഈ പോസ്റ്റ് തന്നിരിക്കുന്നത്. തിരുപ്പട്ട എന്ന കൂദാശ, വിവാഹം എന്ന കൂദാശ, ഇത് മരണം വരെ വേർപിരിയാൻ പാടില്ലാത്ത ബന്ധമാണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, സൂചിപ്പിക്കുന്ന അടയാളമാണ് താലി കെട്ടുന്നത്. താലിയുടെ ഷേപ്പ് നിങ്ങൾക്കറിയാം, ആലിലയുടെ ഷേപ്പാണ്. ആലില പുതുജീവനെ സൂചിപ്പിക്കുന്നു. പുതുജീവനെ സൂചിപ്പിക്കുന്ന ആലിലയിൽ നിത്യജീവനെ സൂചിപ്പിക്കുന്ന കുരിശ്. അത് വരൻ വധുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ ഈ ബന്ധം മരണം വരെ വേർപിരിയാൻ പാടില്ലാത്തതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വളരെയേറെ പ്രയാസമുണ്ടെന്ന് ചെറുപ്പക്കാർ വേണ്ടത്ര ചിന്തിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഒരുങ്ങിയാണോ വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ. ഞാൻ കോട്ടയം സെമിനാരി പഠിച്ചൊരു സെമിനാരിക്കാരനായിരുന്നു. അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടേഴ്സ് വന്ന് വിവാഹത്തിന് മുമ്പ് 2-3 ദിവസങ്ങൾ ലീവ് എടുത്തു വന്ന് കപ്പേളയിൽ ഇത് പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കറിയാം വിവാഹം എന്ന കൂദാശയുടെ പ്രാധാന്യം എന്താണെന്ന്, അതിന് ഉത്തരവാദിത്തം എന്താണെന്ന്. ഇന്ന് അങ്ങ് ആഘോഷങ്ങൾക്കാണ് പ്രാധാന്യം. ശരിക്കും പ്രാർത്ഥിച്ചൊരുങ്ങണം. അതായത് ബൈബിൾ തൊട്ടുകൊണ്ട് വധുവരന്മാർ പള്ളിയിൽ വെച്ച് പ്രതിജ്ഞ എടുക്കുമ്പോൾ ദൈവസന്നിഹിതനാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ സഭയുടെ ഒഫീഷ്യൽ വിറ്റ്നസ് ആയിട്ടാണ് വൈദികനും മെത്രാനൊക്കെ നിൽക്കുക. സഭയുടെ മുമ്പിൽ, പിന്നെ കല്യാണത്തിന് കൂടുന്ന ആൾക്കാരില്ലേ, സമൂഹത്തിൻ്റെ മുമ്പിൽ ബൈബിൾ തൊട്ട് പ്രതിജ്ഞ എടുക്കുകയാണ്. എന്താ പ്രതിജ്ഞ എന്നറിയാവോ? ഇന്നു മുതൽ മരണം വരെ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിച്ചു കൊള്ളാമെന്നുള്ള പ്രതിജ്ഞ എടുക്കുകയാണ്. ആരോടെ പ്രതിജ്ഞ ചെയ്യുന്നത്? ദൈവത്തോടും സഭയോടും സമൂഹത്തോടും. അതിൽ ചെറിയൊരു വിള്ളലുണ്ടായാൽ ദൈവത്തെയും സഭയെയും സമൂഹത്തെയും അവഹേളിക്കലാണെന്നുള്ള തിരിച്ചറിവ് ഇന്നത്തെ യുവജനങ്ങൾക്കുണ്ടാകണം. വിവാഹത്തിന് മുമ്പ്, അവർ വിവാഹത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്. എളുപ്പമല്ല വിവാഹ ജീവിതം. ഞാനും ചിന്തിക്കാറുണ്ട്. ഉപദേശിക്കാനൊക്കെ എളുപ്പമാണ്, ഞങ്ങളുടെയൊക്കെ ജീവിതം എളുപ്പമാണ്, ഒറ്റയാൻ ജീവിതമല്ലേ. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒത്തിരിയേറെ ത്യാഗങ്ങളും സഹനങ്ങളും സഹകരണവും ഒക്കെ വേണം. എളുപ്പമല്ല. പക്ഷെ ആ വലിയ ഉത്തരവാദിത്വമാണ് വിവാഹം എന്ന കൂദാശയിൽ ദമ്പതികൾ ഏറ്റെടുക്കുന്നത്. അപ്പം നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി വിവാഹം എന്ന കൂദാശ സ്വീകരിക്കാനായിട്ട് സാധിക്കണം. അവിടെയും വധുവരന്മാർ ഒരുമിച്ച് തിരികെ എത്തിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിനെ തങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിൻ്റെ അടയാളമാണത്. പിന്നെ മുദ്ര കൈമാറുന്നു, മ്യൂച്വൽ ഗിവിങ് ആൻഡ് ടേക്കിംഗ്, പരസ്പരം
ഗിവ് ആൻഡ് ടേക്ക്, അത് സൂചിപ്പിക്കുന്ന മോതിരം കൈമാറൽ. മന്ത്രോടി അണിയിക്കുന്നു വരൻ വധുവിൻ്റെ ശിരസിൽ. ഭാരത സ്ത്രീയുടെ ഔദ്യോഗിക വസ്ത്രമായി സാരി വരൻ വധുവിൻ്റെ ശിരസിൽ അണിയിക്കുമ്പോൾ വധുവിൻ്റെ സംരക്ഷണം വെച്ചെടുക്കുകയാണ്. ഇങ്ങനെ ഓരോ കുദാശകളും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ആ കുദാശകളിലൂടെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയിലും അവിടെ നിന്ന് നമ്മിലേക്ക് വർഷിക്കുന്ന ദൈവാനുഗ്രഹം, ആ ജലസംഭരണിയിൽ, കാൽവരിക്കുന്നതിൽ ജലസംഭരണിയിലെ യേശു ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആ ദൈവാനുഗ്രഹ ജലം സഭയാകുന്ന ടണലിലൂടെ 7 കുദാശകളാകുന്ന ടാപ്പിലൂടെ നമ്മിലേക്ക് വർഷിക്കുമ്പോൾ അത് പാത്രം ഇങ്ങനെ പിടിക്കാതെ ഇങ്ങനെ പിടിച്ച് യോഗ്യതയോടെ ഒരുക്കത്തോടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. കുദാശകളിലൂടെ ദൈവാനുഗ്രഹം വർഷിക്കുന്ന ദൈവത്തോട് പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് കൃതജ്ഞതയുള്ളവരായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ക്രൈസ്തവ ജീവിതം യഥാർത്ഥ ക്രൈസ്തവ ജീവിതമാക്കി മാറ്റാം, കൗദാശിക ജീവിതമാക്കി മാറ്റാം. ക്രൈസ്തവ ജീവിതം കൗദാശിക ജീവിതമാണ്. മറക്കരുത്, മറക്കരുത്, മറക്കരുത്.